ഹായ് ഫ്രണ്ട്സ്, ഞാൻ അബി. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു പാസ്ത റെസിപ്പിയാണ്. സ്പാഗറ്റി ആൻഡ് മീറ്റ് ബോൾ ആണ്. എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനെന്തെല്ലാം ആവശ്യമാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് മീറ്റ് ബോൾ ആണ് തയ്യാറാക്കേണ്ടത്. അതിനായി 1/2 കിലോ ചിക്കൻ ഞാൻ മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ബീഫിലാണെങ്കിലോ മട്ടനിലാണെങ്കിലോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ സവാള ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ജ്യൂസെല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അതാണത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. മീറ്റ് ബോളിന് നാടൻ ടേസ്റ്റിന് വേണ്ടി സാധാ മസാലകളാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഒരുപാട് മസാലകൾ നമുക്കിതിൽ ആവശ്യമില്ല. ഇതിനായി ഞാൻ ഇപ്പോൾ ഇവിടെ 3 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കനും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടികളും കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മസാലയ്ക്ക് ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടി 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. 1 കപ്പ് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് ചെറുതായി എരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 പിടി പാഴ്സ്ലി ലീഫും ചെറുതായി എരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബോൾസ് ആക്കി എടുക്കാം. ബോൾസ് ഉണ്ടാക്കുന്നതിന് മുമ്പായി കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവാം. അത് പിന്നീട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഇപ്പോൾ ആദ്യത്തെ ബോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പം ഞാൻ മീഡിയം സൈസിലുള്ള ബോൾസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കുറച്ച് മീറ്റ് ബോൾസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനിത് ഫ്രൈ ചെയ്യാനിട്ടതിന് ശേഷം ബാക്കിയുള്ളത് മീറ്റ് ബോൾസ് ഉണ്ടാക്കിയെടുക്കാനാണ്. ഇപ്പം ഞാൻ ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീറ്റ് ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മീറ്റ് ബോൾസ് ഇതിൽ മുങ്ങിക്കിടപ്പില്ല. നമുക്ക് ഒരു സൈഡ് ആയതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്.
കുക്കായി വരുന്ന സമയത്തേക്കും ഞാൻ ബാക്കിയുള്ള മീറ്റ് ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മീറ്റ് ബോളിൻ്റെ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്പാഗറ്റി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനായി ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് സ്പാഗറ്റി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ സ്പാഗറ്റി ഒട്ടിപ്പിടിക്കില്ല. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ മീറ്റ് ബോൾസ് എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഇതിനു വേണ്ട ഗ്രേവി തയ്യാറാക്കാം. അതിനായി 2 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അടുത്തായി ഒരു വലിയ സവാളയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ മീറ്റ് ബോളിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അപ്പോൾ ഗ്രേവിക്ക് വേണ്ട ഉപ്പ് അതനുസരിച്ച് ചേർക്കാവൂ. ഇപ്പോൾ നമ്മുടെ സവാള എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഇതിനായി ഞാൻ ക്യാരറ്റ് ഒരു പീലർ ഉപയോഗിച്ച് പീൽ ചെയ്താണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ടൊമാറ്റോ പ്യൂരിയാണ്. ടൊമാറ്റോ പ്യൂരിയുടെ വീഡിയോ എൻ്റെ നിന്ന് ഡിലീറ്റായി പോയി. അപ്പോൾ ഒരു ടൊമാറ്റോ ആണ് ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ടൊമാറ്റോ കെച്ചപ്പാണ്. അത് 1 ടീസ്പൂണോളം കെച്ചപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അടുത്തതായി ഗ്രേവിക്ക് നമ്മൾ എരിവിനായിട്ട് 1 ടേബിൾ സ്പൂൺ ചതച്ച കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളധികം മസാലകളൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾ ചില്ലി സോസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റ് ബോൾസ് കൂടി ചേർത്ത് ഈ ഗ്രേവിയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പാഗറ്റിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഊറ്റുന്ന സമയത്ത് ഊറ്റിയതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് ഒരു 2 മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷമേ നമ്മൾ ഇത് വീണ്ടും ഇതുമായിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ
ഇപ്പോൾ ഞാൻ സ്പാഗറ്റിയും ഗ്രേവിയും കൂടിയൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഫുൾ ഫാറ്റ് മിൽക്ക് ഒരു കപ്പാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ക്രീം ചീസോ അല്ലെങ്കിൽ കുക്കിംഗ് ക്രീമോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ നല്ല ഒരു ടേസ്റ്റ് കിട്ടും. ഞാനിവിടെ ഇപ്പോൾ പാല് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വെരി ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇതൊന്നുകൂടി ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള സ്പാഗറ്റി ആൻഡ് മീറ്റ് ബോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ല മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.